ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി മുൻനിര നേതാക്കൾ കളത്തിലിറങ്ങും. ബി ജെ പിക്കായി വിദേശി അധ്യക്ഷൻ JP നദ്ദ 2 റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും. അതേസമയം കോൺഗ്രസിനായി മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിലിറങ്ങാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടായോ? വെരി ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് ഇനി 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് തീ പാറുന്ന പോരാട്ടം തന്നെ ഡൽഹിയിൽ പ്രകടമാണ്. പ്രത്യേകിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ആം ആദ്മി പാർട്ടിയും BJPയുമായി ആണ് രംഗത്തുള്ളത്. ഈ 2 പാർട്ടികളും മാസങ്ങളായി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മറ്റും BJP പ്രധാന പ്രചരണമാക്കുമ്പോൾ BJP തെരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കുന്നതിനായി വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന പരാതിയുമായി ആം ആദ്മി പാർട്ടിയുടെ നിരവധി സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് പ്രചരണത്തിനായി ഇറങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി ഇറങ്ങുന്നുണ്ട്. BJPയുടെ മുഖം പ്രധാനമന്ത്രി തന്നെയാണ് ഡൽഹിയിലും. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രിയെ മുഖമാക്കിക്കൊണ്ട് മുഴുവൻ സീറ്റിലും വിജയിക്കാൻ ലോക്സഭയിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ഗുണം ചെയ്യുമെന്ന് കണക്കാക്കുന്നു. അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് എങ്കിൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധി മാത്രം ആണ് ഇതുവരെ പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ഒരു റാലിയാണ് കഴിഞ്ഞയാഴ്ച അദ്ദേഹം നടത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന്റെ റാലി ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും അവസാന ദിവസം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ ഇറങ്ങാത്തതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി ഇറങ്ങും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ തന്നെ ഇവരുടെ ഷെഡ്യൂൾ വിവരങ്ങളും പുറത്തുവിടും. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.